ഇതാണ് കേട്ടോ ഞങ്ങളുടെ കൊച്ചു വീട്. ഞങ്ങളുടെ വീടെന്ന് പറയാൻ പറ്റില്ല, വാടക വീടാട്ടോ. എന്നാലും ഞങ്ങളിതിനകത്ത് ഭയങ്കര ഹാപ്പിയാട്ടോ. ചെറിയ വീടാണ്, പക്ഷേ ഇതുവരെ ഇല്ലാത്ത ഒരു ഹാപ്പിനെസ്. ഞങ്ങൾ 5 വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്കാണ്. പക്ഷേ ഇതിപ്പോൾ 5ാമത്തെ വീടാണ്. ഞങ്ങളിവിടെ ഇപ്പോൾ 1 വർഷമൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഞങ്ങൾ ഈ വീട്ടിൽ എവിടെ പോയാലും തിരിച്ചു വരുമ്പോൾ നമുക്കൊരു സമാധാനം, ഭയങ്കര സമാധാന അന്തരീക്ഷമാണ് കേട്ടോ. നമ്മുടെ പട്ടിക്കുഞ്ഞുങ്ങളാണെങ്കിലും കോഴികളാണെങ്കിലും പൂച്ചയാണെങ്കിലും ഇതിവിടെ ഇതിന് മുമ്പത്തെ വീട്ടിൽ ഇതൊന്നും വളർത്താൻ സൗകര്യമില്ലായിരുന്നു കേട്ടോ. ഇത് ചെറിയ വീടാണെങ്കിലും സ്ഥലം ഇഷ്ടം പോലെയുള്ള ചുറ്റിലും. അതുകൊണ്ട് നമുക്ക് എന്തിനെ വേണമെങ്കിലും വളർത്താം കേട്ടോ. ഇവിടുത്തെ ഓണറാണെങ്കിലും നമുക്ക് എല്ലാത്തിനും സപ്പോർട്ടാട്ടോ. എന്ത് വേണമെങ്കിലും വളർത്തിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു സാഹചര്യം കൊണ്ട് നമുക്ക് ആടിനെയും പശുവിനെയൊന്നും വളർത്താൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ എപ്പോഴും വീട്ടിലങ്ങനെ വല്ല ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് നമുക്കങ്ങനെ വളർത്താൻ പറ്റാത്ത കേട്ടോ. ഇത് ഞങ്ങളുടെ 2 പട്ടികളെ കേട്ടോ കാണിച്ച്. 2 പേർക്കും ഭയങ്കര സ്നേഹമാണ്. ഒരാൾ പോമറേനിയനും ഒരാൾ നമ്മുടെ നാടനും അൽസേഷനും കൂടെ മിക്സുമാണേ. ഇവന് ഭയങ്കര ആരോഗ്യം കേട്ടോ. നമ്മളെ പിടിച്ചാൽ നിൽക്കത്തില്ല. അതുകൊണ്ട് നമുക്കിതിനെ അങ്ങനെ അഴിച്ചു വിട്ടാലൊന്നും കിട്ടത്തില്ല കേട്ടോ. ഇത് നമ്മുടെ പിന്നിവിടെയുള്ള നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. പൂച്ചക്കുഞ്ഞുങ്ങൾ ഒരാളെ കാണാൻ കിട്ടത്തില്ല, ഒരാൾ ഇറങ്ങി വരും വിളിച്ചാൽ. മണിക്കുട്ടീന്ന് ഞാനിങ്ങനെ വിളിക്കുമ്പോഴേ അത് ഓടി വരും കേട്ടോ. എന്നാലും എന്നെ പിടുത്തം തരുമൊന്നുമില്ല, പിന്നെ ഓടി രക്ഷപ്പെടും. പിന്നെ ഉള്ളത് നമ്മുടെ കോഴികൾ 10-20 കോഴി ഉണ്ടായിരുന്നു. ഇപ്പം പട്ടിയും കീരിയൊക്കെ പിടിച്ച്, നമ്മുടെ പട്ടിയല്ല കേട്ടോ, വേറെ പുറത്തുനിന്ന് വരുന്ന പട്ടികളാട്ടോ പിടിക്കുന്നത്. എന്നാ ചെയ്യാൻ പറ്റും. ഇപ്പം ആകെ ഈ 3 പേരേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞ ആഴ്ച വരെ 4 പേരുണ്ടായിരുന്നു. ഒരാളെ അതിനിടയ്ക്ക് വീട്ടിൽ പോയി വന്നപ്പോഴത്തേനും ഒരു പട്ടി കൊണ്ടുപോയി കേട്ടോ. പിന്നെ ഞാനിങ്ങനെ നട്ടിരിക്കുന്ന കുറച്ച് ഐറ്റംസ് ആട്ടോ. ചീനി, അതിനിടയ്ക്ക് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് മേടിച്ച് നട്ടിട്ടുണ്ട്. അതിനൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. പക്ഷേ എന്നാന്ന് വെച്ചാൽ അത് ഇങ്ങനെ താങ്ങി നിൽക്കാനുള്ള ഒരു ശേഷി ഇല്ലാത്തതുകൊണ്ട് അതിനെന്തെങ്കിലും കമ്പൊക്കെ വെച്ച് നാട്ടി കൊടുത്താൽ നിൽക്കുമായിരിക്കും. ഇനി അങ്ങനെയൊക്കെ നോക്കണം. പിന്നെ ചീനിയാട്ടോ. ഇത് പിന്നെ മഷിത്തണ്ടില്ലേ നമ്മുടെ, അത് ഞാൻ നട്ട് വെച്ചിട്ടുണ്ട്. കാരണം വേനലിൽ അത് കിട്ടത്തില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് ആവശ്യക്കാരുണ്ട് കേട്ടോ, അതുകൊണ്ടാട്ടോ. നമ്മളിവിടെ ഉപയോഗിക്കത്തില്ലെങ്കിലും നോർത്ത് ഇന്ത്യൻസിനൊക്കെ അത് ഭയങ്കര കാര്യമുള്ളൊരു ഐറ്റം കേട്ടോ. അവരത് ചോദിക്കും. പിന്നെ ഉള്ളൊരു കപ്പളം കേട്ടോ. അത് പൂ ഇട്ടിട്ടുണ്ട്, പക്ഷേ അത് കായ്ക്കാൻ തുടങ്ങിയിട്ടില്ല. ഞാനിങ്ങനെ വെയിറ്റിങ്ങാണ്. പിന്നെ ഉള്ളത് ഒരു കോവലിപ്പോൾ നട്ടിട്ട് ഞാൻ വന്ന ഉടനെ നട്ടു. ഇപ്പോൾ 1.5 വർഷമായി. ആൾക്ക് 1-2 കായൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഇച്ചിരി എരമ്പുള്ള സ്ഥലമാണ്. ചുറ്റും റബ്ബറുള്ളത് കൊണ്ട് അങ്ങനെ കായ്ക്കാൻ കിട്ടുന്നില്ല. ചിലപ്പോൾ കായ്ക്കുമായിരിക്കും. 1-2 കായ്ച്ചത് ഇനിയിപ്പോൾ മാറ്റി വല്ലതും നട്ട് നോക്കിയാൽ ചിലപ്പം കായ്ക്കുമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ നിർത്തിയേക്കുക. ഇപ്പം ഞാനാ നോക്കിയിട്ട് ആ കായൊട്ട് കാണുന്നുമില്ല. ഇതിനിടയ്ക്ക് എവിടെയോ ഉണ്ട് 2 പേര്, പക്ഷേ എത്ര നോക്കിയിട്ടും കണ്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.